കാലവർഷത്തെ തുടർന്നുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ കോഴിക്കോട് കാപ്പാട് തീരദേശപാത കടലെടുത്തു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുതുക്കി പണിത ഭാഗമാണ് വീണ്ടും കടലെടുത്തത്. കടലാക്രമണം തടയുന്നതിനായി പ്രദേശത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. 2 ദിവസമായി തുടരുന്ന രൂക്ഷമായ കടലാക്രമണത്തിലാണ് കൊയിലാണ്ടി കാപ്പാട് തീരദേശപാത തകർന്നത്. വഴിയുടെ 3 ഭാഗങ്ങളിലായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ സംരക്ഷണത്തിനായി തൂവപ്പാറയിൽ നിർമ്മിച്ച കടൽഭിത്തികളുടെ അടിഭാഗം പൂർണ്ണമായി കടലെടുത്തു. മഴ കനത്താൽ റോഡ് പൂർണ്ണമായി ഒലിച്ചുപോകുന്ന നിലയാണ്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും കൊയിലാണ്ടി ഹാർബറിലേക്കുമുള്ള പ്രധാന പാതയാണ് തകർന്നത്. അപകടാവസ്ഥയെ തുടർന്ന് വാഹന ഗതാഗതം തടഞ്ഞിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. 6 മാസം പോലെ ബ്ലോക്ക് ഇതേമാതിരി ഇപ്പം യാത്ര മണിക്ക് കിടക്കല്ലേ. അന്നേരം ശേഷം കോറി വേസ്റ്റ് ഇട്ട പ്രക്ഷോഭമൊക്കെ ആയിട്ട് കോറി വേസ്റ്റ് ഇട്ടു. അന്നേരം പറഞ്ഞു ഇത് അടുത്ത പുതിയ റോഡ് വരുന്ന പറഞ്ഞു. പുതിയ റോഡ് ഇപ്പോൾ വരുന്ന നാളെ വരുമോ ഇല്ലാലോ. അതാ പറയാം. അതിപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പറയാം 9 ലക്ഷം റുപ്യ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇത് ചെയ്യാൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ അടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അവരോട് നിങ്ങൾ ഈ പടിഞ്ഞാറ് ബ്ലോക്ക് ചെയ്യാതെ ഇങ്ങനെ കോറി വേസ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് അടുത്ത ജൂൺ ജൂലൈ വരുമ്പോൾ കടലെടുക്കൂലേ എന്ന് പറയാം. അതാ പറഞ്ഞാൽ അത് താൽക്കാലികമാണ്, പുതിയ റോഡ് വരുന്ന പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് തകർന്നതോടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് നാട്ടുകാർ. കുട്ടികളെ സ്കൂളിലയക്കാനും ആശുപത്രിയിൽ പോകാനുമൊക്കെ ചുറ്റിക്കറങ്ങണം. കൊയിലാണ്ടി ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് വരുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും ഇതിലെയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ഹാർബറിൽ പോകണമെങ്കിൽ 3 മണിക്ക് എണീറ്റിട്ട് ഇവർ പോകണം. ഒരു വണ്ടിക്ക് പോകാൻ ഇവർക്ക് സാധിക്കണം. അതിനിപ്പം സാധിക്കുന്നില്ല. ഇപ്പം പോകണമെങ്കിൽ ചുറ്റി വളഞ്ഞ് ഹൈവേ കൂടി പോയിട്ട് അവിടെ ബ്ലോക്ക് കുടുങ്ങി കടലിൽ ചെല്ലുമ്പോഴേക്കും അവിടെ മത്സ്യം ഉണ്ടാവില്ല. ഒരു കൂട്ടർക്ക് മത്സ്യം കിട്ടും, ഒരു കൂട്ടർക്ക് കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇവിടെ വരുന്നത്. കടലാക്രമണത്തിൽ റോഡുകൾ തകരുന്നത് ഇവിടെ പതിവാണ്. 3 മാസം മുമ്പ് ഇതേ ഭാഗം ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇവിടമാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ റോഡിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ തവണ റോഡ് തകർന്നപ്പോൾ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയിട്ടും പാലിക്കപ്പെട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്.